ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതാ, ഈ മീൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമോ? ചിലർ കാണാത്തവരുണ്ടാവും. ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കണവയാണ്. ഒരു വലിയ കണവയാണ്. ഒരു മീൻ തന്നെ 2-3 കിലോ ഉണ്ടാവും. കല്ലൻ കണവ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഫ്രൈ ആണ് ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഈ മീൻ ഞങ്ങൾ വിഴിഞ്ഞത്ത് പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങിക്കൊടുന്നതാണ്. ഇത് വാങ്ങിയപ്പോൾ ഇതിന് ജീവനൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഇതാ നമ്മൾ കണവയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ തേച്ച് കൊടുക്കാം. ആദ്യം ഞാനിപ്പോൾ ഇതിലേക്ക് പിന്നെ ഒരല്പം ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ നമ്മുടെ ചെറിയ ചുമന്നുള്ളി ഇല്ലേ അത്, അതുപോലെ കുറച്ച് പെരുംജീരകം, ഇതെല്ലാം കൂടെ അരച്ചിട്ടൊരു പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ആ പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ ഒന്നും കൂടെ റെഡിഷ് കളറായിട്ട് കിട്ടും. അതല്ല നമ്മൾ സാധാരണ മുളക് പൊടി വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവാവും. അതുകൊണ്ട് എരിവ് കൂടുന്ന ആരും പേടിക്കൊന്നും വേണ്ട. പിന്നെ ഇപ്പം ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതപ്പം ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ തക്കാളി അരച്ചെടുത്തതാണ്, തക്കാളി പേസ്റ്റ് ആക്കിയതാണ്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നിർബന്ധമല്ല, ഓപ്ഷണലാണ്. ഇതിന് പകരം നിങ്ങൾക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഉപയോഗിക്കാം. എന്നാലും നിങ്ങൾ തക്കാളി പേസ്റ്റ് ഒന്ന് അരച്ചിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ലെമൺ ജ്യൂസും അതുപോലെ വിനാഗിരിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ തക്കാളി പേസ്റ്റ് ഉപയോഗിച്ചിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അത് ഈ മീനല്ല, എല്ലാ മീനിലേക്കും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ അത് അവസാനമായിട്ട് ഞാനിതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മീനിലേക്ക് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. നമ്മൾ തക്കാളി പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളി പേസ്റ്റ് മാത്രം മതി. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ മീനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 1/2 മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പൊ ഞാനിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫ്രഷ് വെളിച്ചെണ്ണ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന്റെ മുൻപ് ചെറിയൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഈ കണവ ഫ്രൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, കണവ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മൺചട്ടിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാനിലോ എടുത്തിട്ട് ഒരല്പം വാഴൻ്റെ ഇല വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കണവ ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം. കണവ എന്ന് പറയുന്നോണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. നമ്മുടെ മലബാർ മേഖലയിലൊക്കെ ചിലപ്പോൾ ഈ കണവ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ചിലപ്പോഴല്ല മനസ്സിലാവില്ല. കാരണം അവിടെ ഇതിന് കൂന്തളാണ് പറയാ. അപ്പൊ ഇതിന്റെ മുന്നേ ഉള്ള വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതും എല്ലാവരും മനസ്സിലാക്കി എടുക്കുക. ഇനി നമ്മൾ ഇതിനൊന്നൊരു 10-15 മിനിറ്റ് ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കില്ല. ഇതിന്റെ മുകളിലും നമുക്ക് ചെറിയൊരു പീസ് വാഴൻ്റെ ഇല വെച്ച് കൊടുത്തിട്ട് വാഴൻ്റെ ഇല വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
കാണിച്ചു തരാൻ കണ്ടോ. ഇപ്പൊ നമ്മുടെ കണവിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിപ്പോകുന്നത് വരെ നമുക്ക് ഇതിനെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതുപോലെ വറ്റിച്ചെടുക്കാം. ഇപ്പൊ അതാ നമ്മുടെ മീനിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. കൂടുതലായിട്ട് വറ്റാൻ വേണ്ടി നമ്മൾ കാത്തി നിന്നാൽ ഇത് അടിയിൽ പിടിച്ച് പോവാൻ ചാൻസ് ഉണ്ട്. കരിയൊന്നുമില്ല, പക്ഷെ ഒരു കരിഞ്ഞൊരു പുകയുടെ ഒരു സ്മെല്ല് വരും. അതുകൊണ്ട് ഏകദേശം ഒന്ന് ജസ്റ്റ് വെള്ളം വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യുക. പിന്നെ ഏകദേശം ചൂട് പോകുമ്പോഴത്തേക്കിന് വെള്ളമൊക്കെ നല്ലപോലെ വറ്റി ഡ്രൈ ആയിട്ട് വരും. ഇനി നമുക്ക് ഇതിൽ നിന്നും എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ഇപ്പൊ തന്നെ എടുത്ത് ഫ്രൈ ചെയ്യണമെന്നില്ല. നിങ്ങൾക്കിപ്പോ രാത്രിക്ക് ഭക്ഷണത്തിനാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഉച്ചക്കോ അല്ലെങ്കിൽ രാവിലെയോ ഇങ്ങനെ വറ്റിച്ചു വെച്ചാൽ ഈ വറ്റിച്ചു വെച്ചതിൽ നിന്നും എടുത്തിട്ട് നമുക്ക് രാത്രി എപ്പോൾ വേണോ അപ്പൊ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പതാ മീൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ വറ്റിച്ചു വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പതാ നമ്മുടെ മീന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ ഇപ്പതാ നമ്മുടെ കിടില് കണവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ സാധാരണ കണവ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയൊന്നുമല്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ പനീറൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.